പറയുകയാണ്, അത് സിംഗിൾ പേരന്റ് ഫാമിലി എന്ന് പറയും. അതായത് പല കുടുംബങ്ങളിലും ഒന്നിൽ അപ്പൻ മാത്രമേ ഉള്ളൂ കുഞ്ഞുങ്ങളെ നോക്കാൻ, ഭാര്യ ഉപേക്ഷിച്ചേച്ച് പോയിരിക്കുന്നു. അല്ലെങ്കിൽ ചില കുടുംബങ്ങളിൽ അമ്മ മാത്രമേ ഉള്ളൂ കുഞ്ഞുങ്ങളെ നോക്കാൻ, ഭർത്താവ് ഉപേക്ഷിച്ചേച്ച് പോയിരിക്കുന്നു. അങ്ങനെയുള്ള വിവാഹമോചനങ്ങളൊക്കെ പാശ്ചാത്യ നാടുകളിൽ നടക്കുന്നത് പോലെ തന്നെ നടക്കുന്ന അപകടകരമായ രീതിയിൽ അതിൻ്റെ വർദ്ധിതമായ വളർച്ചയുള്ള ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറ്റപ്പെട്ടിരിക്കുന്നു. എന്നാൽ അതിനേക്കാൾ വേദനാജനകമായ ഒരു സ്ഥിതിവിശേഷം ഇന്ന് പല ലോകരാജ്യങ്ങളിലും വിവാഹം പുരുഷനും സ്ത്രീയും തമ്മിൽ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. പുരുഷനും സ്ത്രീയും തമ്മിൽ വരെ വിവാഹം കഴിക്കുകയും ഗവൺമെന്റ് ആ വിവാഹത്തെ അനുവദിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഏറ്റവും മ്ലേച്ഛമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മുൻ പ്രസിഡന്റായിരുന്ന ഡിക് ചീനിയുടെ മകൾ അതുപോലെ വേറൊരു സ്ത്രീയെ ഈ അടുത്തിടെ വാഷിംഗ്ടൺ DC വെച്ച് കല്യാണം കഴിച്ചുവെന്നും നന്നായിരിക്കുന്നുവെന്ന് അവളുടെ അപ്പൻ പറഞ്ഞുവെന്നും ഇന്നലത്തെയോ മിനിഞ്ഞാന്നത്തെയോ മലയാള മനോരമ പത്രത്തിൽ വായിക്കുവാനിടയായി തീർന്നു. നോക്കൂ, ലോകം എത്രയധികം മാറ്റപ്പെട്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ ഈ ലോകത്തിലേക്ക് നോക്കിയാൽ മനുഷ്യനൊരു ആദിവാസി സംസ്കാരത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ദുഃഖകരമായ ഒരു സാഹചര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. മുൻകാലങ്ങളിലൊക്കെ ആളുകൾ കാതിൽ കമ്മലിട്ടാൽ 2 കാതിലുമായിരുന്നു കമ്മലിടുന്നത്. ഇപ്പൊ 2 കാതിലും കമ്മലിടുന്നത് ഒരു ഫാഷനല്ല, ഒരു കാതിൽ മാത്രമേ കമ്മലിടാറുള്ളൂ. അതിൽ തന്നെ പുരുഷന്മാരൊക്കെ കമ്മലിട്ട് കണ്ടിട്ടുള്ളത് നമ്മുടെ സമൂഹത്തിൽ ചില പ്രത്യേക മതവിഭാഗങ്ങളിലൊക്കെ പെട്ട ആളുകളാണ്. എന്നാൽ വലിയ സിനിമാ നടന്മാരൊക്കെയാണ് ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നത്. കാരണം അതിനെ ഫാഷനായി കണക്കാക്കിയിരിക്കുന്നു. മാത്രമല്ല ഈ നമ്മുടെ കയ്യിലൊക്കെ ഈ ടാറ്റു കുത്തുന്നത്, പച്ച കുത്തുന്ന പരിപാടിയൊക്കെ പണ്ട് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ലാടന്മാരുടെയൊക്കെ കയ്യിലെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കണ്ടിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിലെ സിനിമ നടന്മാര്, നടിമാര്, TV-യിലൊക്കെ പ്രത്യക്ഷപ്പെടുന്ന ആളുകളൊക്കെ ഇന്ന് അതുപോലെയുള്ള പച്ചകുത്തൽ ഒക്കെ നടക്കുന്ന ഈ കാലഘട്ടത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് ഒരു റിവേഴ്സ് എവല്യൂഷൻ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതായത് ഈ പരിണാമ സിദ്ധാന്തത്തിലൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ പറയുന്നത് മനുഷ്യരുണ്ടായത് മൃഗങ്ങളിൽ നിന്നാണ്. ചെറിയ ഒരു ജീവകോശമുണ്ടായി, അത് വളർന്ന് ഒരു നിശ്ചിത ഘട്ടത്തിലെത്തിയപ്പോൾ അത് വാനരന്മാരായി തീർന്നു, കുരങ്ങന്മാരായി തീർന്നു. ആ കുരങ്ങന്മാരിൽ നിന്ന് മനുഷ്യനുണ്ടായി എന്നാണ് ആധുനിക ശാസ്ത്രത്തിൽ ചിലരൊക്കെ എവല്യൂഷനിസ്റ്റുകളൊക്കെ പറയുന്നത്. എന്നാൽ എൻ്റെ വീക്ഷണത്തിൽ അതിൽ നിന്ന് വിപരീതമായ ഒരു എവല്യൂഷനാണ് നടക്കുന്നത്. ദൈവം മനുഷ്യനെ ബുദ്ധിയും സിദ്ധിയും ഒക്കെയുള്ള നല്ല പൂർണ്ണ മനുഷ്യനായി സൃഷ്ടിച്ചു. എന്നാൽ കാലാകാലങ്ങളിൽ മനുഷ്യൻ വാനരന്മാരുടെ സ്വഭാവത്തിലേക്ക് രൂപാന്തരപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ ലോകം അതിവേഗം വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു, സാഹചര്യങ്ങൾ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുമ്പിൽ ഒരു സുവിശേഷ പ്രസംഗകനായി സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമായിരിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്ന് പകൽക്കാലം ഈ ദൈവ വചനത്തിൽ വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർ, എന്നെ കേൾക്കുന്നവർക്ക് തങ്ങളുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ലോകം മുഴുവൻ മാറ്റപ്പെടട്ടെ, സമൂഹം മുഴുവൻ മാറ്റപ്പെടട്ടെ, ലോകമെല്ലാം കീഴ്മേൽ മറിയട്ടെ. ദൈവത്തിന്റെ വചനത്തിന് വ്യത്യാസമില്ല. ഇന്ന് പകൽക്കാലം വിശുദ്ധ വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്ന ഈ കുഞ്ഞുങ്ങൾ ഇരുവരും ഈ ദൈവവചനം വിശ്വസിക്കുന്നവരും കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് ദൈവ മക്കളായി തീർന്ന് അനുഗ്രഹീതമായ ഒരു കുടുംബമാണ് ഇന്ന് ഈ ഭൂമിയിൽ സ്ഥാപിതമാകുവാൻ പോകുന്നത്. അതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ അധിക സമയം അപഹരിക്കുകയില്ലെന്ന്. വാക്ക് പാലിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് 1-2 കാര്യങ്ങൾ കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അനുഗ്രഹീതനായ ദൈവഭൃത്യൻ എനിക്ക് പിന്നാലെ വീണ്ടും ദൈവവചനം ശുശ്രൂഷിപ്പാനുണ്ട്. ഒരു വിവാഹ ശുശ്രൂഷയിൽ ദമ്പതികൾ അറിഞ്ഞിരിക്കേണ്ട, ഭാര്യയും ഭർത്താവും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പറയേണ്ടതാണെങ്കിലും പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇങ്ങനെയുള്ള കുടുംബ തകർച്ചകളും സാമൂഹ്യ പരിവർത്തനങ്ങളും ഒക്കെ നടക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഉറപ്പുള്ള കുടുംബങ്ങൾ പണിതെടുക്കുവാൻ കഴിയുന്നത്? എങ്ങനെയാണ് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട
കുടുംബങ്ങൾ പണിതെടുക്കുവാൻ കഴിയുന്നത്. 127-ാം സങ്കീർത്തനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. നിങ്ങൾ അധികാലത്തെ എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടക്കുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവനം കഴിക്കുന്നതും വ്യർത്ഥം. തന്റെ പ്രിയനോ അവന് ഉറക്കത്തിൽ കൊടുക്കുന്നു. നമ്മുടെ കുടുംബങ്ങൾ നിലനിൽക്കണമെങ്കിൽ തീർച്ചയായും നമ്മുടെ കുടുംബങ്ങൾ യഹോവ പണിയുവാനിടയായി തീരണം. മനുഷ്യന്റെ അധ്വാനം അതിൻ്റെ അകത്തുണ്ട്, മനുഷ്യന്റെ പ്രയത്നം അതിൻ്റെ അകത്തുണ്ട്, മനുഷ്യന്റെ ഉറക്കളപ്പ് അതിൻ്റെ അകത്തുണ്ട്. ഇതെല്ലാം അനിവാര്യമാണ്, ഇതെല്ലാം അവിടെയുണ്ട്. എന്നാൽ അതിലെല്ലാം ഉപരി നമ്മുടെ കുടുംബങ്ങൾ പണിയേണ്ടത് യഹോവയാണ്. യഹോവ നമ്മുടെ കുടുംബങ്ങൾ പണിയണമെങ്കിൽ യഹോവയുടെ കയ്യിൽ നമ്മുടെ കുടുംബങ്ങളെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് പറഞ്ഞ അനവധി ഉപമകൾ, ആ വൈരുദ്ധ്യം എന്ന് തോന്നുന്ന രീതിയിലുള്ള ചില ഉപമകൾ താൻ പ്രസ്താവിച്ചത് നമുക്ക് മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൽ വായിക്കുവാനായിട്ട് കഴിയും. അവിടെ അദ്ദേഹം 2 കുടുംബങ്ങളെ കുറിച്ച് പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ്. ഒരു കുടുംബം കണ്ടാൽ ഒരുപോലെ ഇരിക്കുന്ന 2 കെട്ടിടങ്ങൾ, 2 വീടുകൾ, എന്നാൽ സ്ഥായിയായ ഒരു വ്യത്യാസം അതിനുണ്ടായിരുന്നു. അതിൽ ഒരു വീട് പാറമേൽ അടിസ്ഥാനമിട്ട വീടാണ്, മറ്റൊരു വീട് മണലിന്മേൽ അടിസ്ഥാനമിട്ട് പണിത വീടാണ്. 2ഉം നല്ല വീടുകൾ, കാഴ്ചയ്ക്ക് മനോഹരമായ വീടുകൾ. എന്നാൽ വ്യത്യാസം തിരിച്ചറിഞ്ഞത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, പെരുമഴ പെയ്തു, കാറ്റടിച്ചു, ജലനിരപ്പ് ഉയർന്നു, ആ വീടിന്റെ മേൽ അടിച്ചു, അത് അതിശക്തമായിരുന്നു. ഒരു വീട് നിലനിന്നു, ഒരു വീട് തകർന്നു പോകുവാനിടയായി തീർന്നു. തകർന്നു പോയ വീട് സ്വാഭാവികമായിട്ടും മണലിന്മേൽ അടിസ്ഥാനമിട്ട് പണിത വീടാണ്. നിലനിന്നത് പാറമേൽ അടിസ്ഥാനമിട്ട് പണിത ഭവനമാണ് എന്ന് നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് താൻ പറയുന്ന ഇതാണ്: എന്റെ ഈ വാക്കുകളെ കേട്ട് ചെയ്യുന്നവനെല്ലാം പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യനോട് സമനായി തീരും എന്നാണ് അദ്ദേഹം പ്രസ്താവിക്കുന്നത്. വേദപുസ്തകം പഠിച്ചാൽ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വണ്ണം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം, പാറ എന്ന് ആലങ്കാരികമായി വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് വാഴ്ത്തപ്പെട്ടവനായ കർത്താവിനെ കുറിച്ചാണ്. കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവായിരുന്നു. ഹല്ലേലൂയ. പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: പിതാക്കന്മാർ തള്ളിക്കളഞ്ഞ കല്ല്, പണിക്കാരെ കെട്ടിടം പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നിരിക്കുന്നുവെന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ യഹോവ നമ്മുടെ വീടുകൾ പണിത് തകർക്കപ്പെടാത്ത കുടുംബങ്ങൾ ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും നമ്മൾ ക്രിസ്തുവാകുന്ന പാറമേൽ പണിയുന്നവരായിരിക്കണം. ക്രിസ്തുവാകുന്ന പാറമേൽ എങ്ങനെയാണ് നമുക്ക് പണിയുവാൻ കഴിയുന്നത്? 45-ാം സങ്കീർത്തനം ദൈവദാസനത് ഇവിടെ വായിച്ചു. അതിന്റെ 10-ാം വാക്യം ഇങ്ങനെയാണ്: അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവി ചായിക്ക, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും, അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവി ചായിക്കുക. നമ്മളെല്ലാം കേൾക്കേണ്ട ഒരു വചനമുണ്ട്. അതെന്താണെന്നറിയാമോ? യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ നോക്കി സമീപിക്കുവാൻ, അനുഗ്രഹീതമായ ഒരു കുടുംബജീവിതം നയിക്കുവാൻ വാത്സല്യ നിശയ്ക്കും ബിജോയ്ക്കും കർത്താവ് കൃപ നൽകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കർത്താവ് നമ്മെ ആശീർവദിക്കട്ടെ. ദൈവവചനത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. തുടർന്ന് റവറന്റ് ടി.എം. ജോസ് അവர்கள் ദൈവവചനം ശുശ്രൂഷിക്കും. അതിനു മുമ്പായി അവരുടെ ദാനം ആയി. Hallelujah.
അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിവാഹത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന പാസ്റ്റർ ഷാജി, വിവാഹം ആശീർവദിക്കുവാൻ ദൈവത്തിൽ പ്രാർത്ഥനയോടുകൂടി യാതനായിരിക്കുന്ന പാസ്റ്റർ എം എ തോമസ്, എനിക്ക് മുമ്പേ ദൈവം ശുശ്രൂഷിച്ച റവറൻ ഡോക്ടർ ജോൺ കെ മാത്യു, പേരിൽ ഉപവിഷ്ടരായിരിക്കുന്ന നിത്യതയുടെ വിത്ത് ചുമക്കുന്ന ആദരണീയരായ ദൈവദാസന്മാർ, നിയുക്ത വരൻ ബിജോ, വധു നിഷ, ഇരുവരുടെയും മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, സഭക്കാർ, കൂടിയിരിക്കുന്ന സകല പ്രിയപ്പെട്ടവർക്കും ധന്യനായ യേശുക്രിസ്തുവിന്റെ തുല്യമായ നാമത്തിൽ എൻ്റെ വന്ദനം ഞാൻ അറിയിക്കുകയാണ്. ഈ അനുഗ്രഹീതമായ വിവാഹ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം എനിക്കും പങ്കെടുക്കുവാൻ സർവകൃപാലുവായ ദൈവം നൽകിയ ഈ ശ്രേഷ്ഠ അസുലഭ നിമിഷങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയ ബിജോ, എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനടുത്തുള്ള റിവൈവൽ സെന്റർ സഭയിലെ സജീവ കുടുംബമായ പോൾ സാറിന്റെയും ആനി ആന്റിയുടെയും രണ്ടാമത്തെ മകനാണ്. എന്ന് പറഞ്ഞാൽ ഞാനും ആ സഭയിലൊരു മെമ്പറാണ്. ഇന്നേക്ക് 32 കൊല്ലം മുമ്പ് ആ സഭയിൽ വെച്ച് രക്ഷിക്കപ്പെട്ട്, ആ സഭയിൽ സ്നാനപ്പെട്ട്, ആ സഭയിൽ നിന്ന് ഒരു സുവിശേഷകനായിരിക്കാൻ വേണ്ടി തീരുമാനമെടുത്ത് ദൈവവചനം പഠിക്കുവാൻ കടന്നുപോയ ഒരു സുവിശേഷകനാണ് ഞാൻ. അങ്ങനെയെങ്കിൽ എൻ്റെ ഒരു സ്നേഹിതന്റെ മകന്റെ വിവാഹം, അല്ലെങ്കിൽ എൻ്റെ ഒരു സ്നേഹിതന്റെ വിവാഹം എന്ന് ഞാൻ ഇത്തരത്തിൽ വിശേഷിപ്പിക്കട്ടെ. തികഞ്ഞ ആത്മീക പൈതൃകത്തിൽ വളർന്നു വന്ന പ്രിയ ബിജോയെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാലാകാലങ്ങളിലായി മാതാപിതാക്കൾ നിക്ഷിപ്തമായിരുന്ന കർത്തവ്യങ്ങളും കടപ്പാടുകളും മകനോടുള്ള ബന്ധം നിറവേറ്റിക്കൊണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടി ഒരു തിരഞ്ഞെടുപ്പ് നടത്തിയതാണ് പ്രിയ വധു നിഷ. തീർച്ചയായും ഇവിടെ കേട്ടതനുസരിച്ച് പ്രിയ നിഷയും വളരെ തികഞ്ഞ ആത്മീക പൈതൃകത്തിൽ മാന്യമായ വിദ്യാഭ്യാസമൊക്കെ ലഭിച്ച് വളർന്നു വന്ന പെൺകുട്ടിയാണ് എന്നുള്ളതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവരിരുവരും ദൈവത്തിനിൽ ഒരുമിച്ച് ജീവിക്കുവാൻ സംയോജിപ്പിക്കപ്പെടുന്നത് തികച്ചും ഇരു കുടുംബങ്ങൾക്കും സഭകൾക്കും ദൈവരാജ്യത്തിനും നിശ്ചയമായും അനുഗ്രഹമായി തീരും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ആ പ്രത്യാശയോടുകൂടി ഞാൻ തിരുവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. വേർപെട്ട സഭകളുടെ എല്ലാ ശുശ്രൂഷകൾക്കും ആധാരമായിരിക്കുന്നത് നിത്യനായ ദൈവത്തിന്റെ നിത്യതയിൽ മറഞ്ഞിരിക്കുന്ന ഈ നിത്യമായ ദൈവത്തിന്റെ വചനമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽവേളയിലും ഇന്ന് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാത്രമല്ല, ഇന്നലകളിൽ വിവാഹം ചെയ്തവർക്കും സമീപകാല വിവാഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്കും പ്രയോജനപ്രദമായ തിരുവചനമാണ് ഇവിടെ പ്രഘോഷിക്കപ്പെടുന്നത്. പാശ്ചാത്യ സംസ്കാരം മലയാള തനിമയെ കീഴടക്കിക്കൊണ്ട് കൊടികുത്തി വാഴുന്ന ഈ മലയാളക്കരയിൽ തീർച്ചയായും വിവാഹ സന്ദർഭങ്ങളിൽ ശക്തമായ ദൈവവചന ശുശ്രൂഷ അനിവാര്യമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇവിടുത്തെ കോടതികളിൽ വിവാഹമോചന കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇവിടെ നടക്കുന്ന ഈ വിവാഹ ശുശ്രൂഷയിലെ വചന ശുശ്രൂഷയിൽ 5 കാര്യങ്ങളാണ് ഊന്നിപ്പറയുന്നത്. ഒന്ന്, വാട്ട് ഈസ് മാരേജ്? എന്താണ് വിവാഹം? 2, ഹു ഇൻസ്റ്റിറ്റ്യൂട്ടഡ് മാരേജ്? ആരാണ് വിവാഹം സ്ഥാപിച്ചത്? 3, വാട്ട് ഈസ് ദ പർപ്പസ് ബിഹൈൻഡ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ്? വിവാഹം സ്ഥാപിച്ചതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ്? 4, വാട്ട് ആർ ദ റെസ്പോൺസിബിലിറ്റീസ് ബിറ്റ്വീൻ എ ഹസ്ബൻഡ് ആൻഡ് എ വൈഫ്? ഭാര്യയും ഭർത്താവുമായി തീരുന്ന ഒരു കുടുംബത്തിലെ ഭാര്യയുടെയും ഭർത്താവിന്റെയും കടപ്പാടുകൾ വിശുദ്ധ വേദപുസ്തകം എന്ത് പഠിപ്പിക്കുന്നു? 5,
what is the mystery behind the visible marriage? ഇവിടെ കാണപ്പെടുന്ന ഈ വിവാഹത്തിന്റെ പൊരുൾ എന്താണ്? മിസ്റ്ററി, രഹസ്യം എന്താണ്? ഈ 5 കാര്യങ്ങളും സവിസ്തരമായി പ്രസംഗിക്കുക എന്നുള്ളത് എന്റെ ശ്രോതാക്കൾക്ക് വെറുപ്പുളവാക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നുള്ളത് കൊണ്ട് അങ്ങനെ എല്ലാം ഞാൻ തന്നെ പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ശേഷവും അതെ വിവാഹം ആശീർവദിക്കുന്ന ദൈവദാസൻ ദൈവം ശുശ്രൂഷിക്കുമെന്നുള്ളത് കൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ മാത്രം ഞാൻ ഓർപ്പിച്ചുണർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. വാട്ട് ഈസ് മാരേജ്? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പ്രസിദ്ധം ചെയ്തിട്ടുള്ള ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഇങ്ങനെയാണ് പറയുന്നത്: the state in which a man and a woman are formally united together for the purpose of living together with certain legal rights and obligations towards each other. അന്യോന്യമുള്ള പരസ്പരമുള്ള ചില കടപ്പാടുകളും ഉത്തരവാദിത്വങ്ങളും നിറവേറ്റി ഒരുമിച്ച് ജീവിക്കുവാൻ വേണ്ടി നിയമിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ് വിശുദ്ധ വിവാഹം എന്ന് പറയുന്നത്. ഇന്ന് ഭൂമിയിൽ നടക്കുന്ന എല്ലാ വിശുദ്ധ വിവാഹമാണോ എന്ന് ചോദിച്ചാൽ ഉത്തരം അല്ല എന്നാണ്. അതിന്റെ തിക്താനുഭവങ്ങളാണ് കുടുംബങ്ങളും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവരും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വേദപുസ്തകം എന്ന് പറയുന്നത് വിവാഹം എന്ന് പറഞ്ഞാൽ ആദിയിൽ ഒന്നായിരുന്നതിന് ദൈവം രണ്ടാക്കി തീർത്തിട്ട് രണ്ടായി തീർന്നതിന് ദൈവം ഒന്നാക്കി ചേർക്കുവാൻ വേണ്ടി സ്ഥാപിച്ചതാണ് വിവാഹം എന്ന് നമുക്ക് മനസ്സിലാക്കാം. Praise the Lord. Who instituted marriage? ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം ഇങ്ങനെ പഠിപ്പിക്കുന്നു: മനുഷ്യന്റെ സൃഷ്ടാവായ ദൈവം വാരിയിൽ നിന്ന്, സ്ത്രീയുടെ വാരിയിൽ നിന്ന് ഒന്നെടുത്ത്, പുരുഷന്റെ വാരിയിൽ നിന്ന് ഒന്നെടുത്ത് സ്ത്രീയെ ഉണ്ടാക്കി അവന് കൊടുത്തു. അങ്ങനെ ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതാണ് വിവാഹം. ലോകങ്ങളുടെ ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീന്റെയോ ലോക തത്വജ്ഞാനികളായി അറിയപ്പെടുന്ന ഗ്രീക്ക് സോക്രട്ടീസ്, ഫിലോ തുടങ്ങിയ തത്വചിന്തകന്മാരുടെയോ സ്വാമി വിവേകാനന്ദനെ പോലെയും ഡോക്ടർ രാധാകൃഷ്ണനെയും പോലുള്ള ഫിലോസഫേഴ്സിന്റെയോ ബുദ്ധിയിൽ ഉദിച്ച ആശയമല്ല വിവാഹമെന്ന സാമൂഹിക യൂണിറ്റ്, കുടുംബം എന്ന വ്യവസ്ഥാപിത യൂണിറ്റ്. മറിച്ച് സൃഷ്ടാവായ ദൈവം തന്നെ നിശ്ചയിച്ചതും തീരുമാനിച്ചതും നടത്തിയതുമാണ് ഈ വിവാഹം. 3. വാട്ട് ഈസ് ദ പർപ്പസ് ബിഹൈൻഡ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ്? ഈ വിവാഹം സ്ഥാപിച്ചതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ്? 3 പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധേയമായി നാം ചിന്തിക്കണം. 1, മനുഷ്യന് തക്ക തുണയുണ്ടാകേണ്ടതിന്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്നറിഞ്ഞ ദൈവം തക്ക തുണയായി ദൈവം സ്ഥാപിച്ച ഈ വിവാഹത്തോടനുബന്ധിച്ച് സ്ത്രീയെ അവന് കൊടുത്തു എന്നാണ്. തക്ക തുണ എന്നുള്ളതിന് എബ്രായ ഭാഷയിൽ ഐസർ എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം, ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത്, ഒരു വ്യക്തിയുടെ വിഷമഘട്ടങ്ങളിൽ വേദനാജനകമായ സാഹചര്യത്തിൽ അടുത്തു നിന്ന് തുണയ്ക്കുന്ന വ്യക്തി എന്നാണ്. അങ്ങനെയെങ്കിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ വിജയം നിശ്ചയം മനസ്സിലാക്കണം, അന്യോന്യം തക്ക തുണയായിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ ദൈവം ഇന്ന് യോജിപ്പിക്കുന്നത്. Praise the Lord. 2, മനുഷ്യന്റെ ചാരിത്ര ശുദ്ധി നിലനിർത്തുവാൻ വിവാഹം അനിവാര്യമാണ് എന്ന് ധന്യനായ ശ്രേഷ്ഠനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യ ലേഖനം 7-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നു. ദുർനടപ്പ് നിമിത്തം ഓരോരുത്തന് സ്വന്തം ഭാര്യയും ഓരോരുത്തർക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാകേണ്ടതിന് പരസ്പര സമ്മതത്തോടെ അല്ലാതെ അവർ ഇരുവരും വേർതിരിഞ്ഞിരിക്കരുത്. നേരത്തെ എനിക്ക് മുമ്പ് ശിവ ദൈവദാസൻ പറഞ്ഞതുപോലെ സോഷ്യോളജി പഠിക്കുമ്പോൾ ജോയിന്റ് ഫാമിലി സിസ്റ്റത്തിൽ നിന്നാണ് ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റം ഇവിടെ ഉടലെടുത്തത്. ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റത്തെ പറ്റി അടുത്ത കാലത്ത് ഒരു ഇന്റർപ്രിട്ടേഷൻ ഞാൻ ഇങ്ങനെ വായിക്കുകയുണ്ടായി.
ആ ഇന്റർപ്രിട്ടേഷൻ, ആ വാക്യാർത്ഥം എങ്ങനെയാണ്? ഒരു മമ്മി, ഒരു ഡാഡി, ഒരു പട്ടി, ഒരു കുട്ടി, ഒരു പെട്ടി. ഇതാ ന്യൂക്ലിയർ ഫാമിലിയാണ്. അങ്ങനെയുള്ള ന്യൂക്ലിയർ ഫാമിലിയുടെ പശ്ചാത്തലത്തിലേക്ക് വന്നിരിക്കുമ്പോൾ സംഘർഷണപൂരിതമായ ഈ ലോക ജീവിതത്തിൽ ഭാര്യ ഭർത്തൃബന്ധത്തിന് ഉലച്ചിൽ സംഭവിക്കുന്ന ഏതൊക്കെയോ ശക്തികൾ അവരുടെ ഇടയിൽ വരുന്നുവെന്നുള്ള നഗ്നസത്യം ഇന്ന് പകൽവേളയിൽ നാം മറന്നു പോകരുത്. അതുകൊണ്ടല്ലേ വിവാഹമോചനത്തിന്റെ കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ചരിത്രശുദ്ധി നിലനിർത്തുവാൻ ദൈവത്താൽ സ്ഥാപിതമായതാണ് വിവാഹം എന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് മാനവജാതിയുടെ നിലനിൽപ്പാണ്. യഹോവയായ ദൈവം വിവാഹം സ്ഥാപിച്ചതിന് ശേഷമായി അവർക്ക് കൊടുത്തത്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഈ ലോകത്തിൽ വാഴുകയും എന്നാണ്. അതിന് വേറെ ദൈവശാസ്ത്രപരമായ ചിന്തകളുണ്ടെങ്കിലും അതിലേക്ക് ഇന്ന് രാവിലെ ഞാൻ കടന്നു പോകുന്നില്ല. ഈ വിധ ലക്ഷ്യത്തോടുകൂടി സ്ഥാപിക്കപ്പെട്ട വിവാഹത്തിൽ യോജിപ്പിക്കപ്പെടുന്ന ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കടപ്പാടുകളുണ്ട്. മ്യൂച്വൽ റെസ്പെക്ട്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, മ്യൂച്വൽ കെയർ, ഇതൊക്കെ അതിനകത്ത് അന്തർലീനമായ സത്യമാണ്. എനിക്ക് ശേഷമായി ദൈവദാസൻ അക്കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കുടുംബജീവിതം അനുഗ്രഹമായി തീരുവാൻ 4 കാര്യങ്ങൾ കേന്ദ്രീകൃതമായിരിക്കണം കുടുംബജീവിതം.